Hello guys, today we got another vehicle, Hyundai i10. This one door glass not working, all 4 door glass are not working. Switch on, not working. What could be the problem? എന്തായിരിക്കും ഇതിൻ്റെ പ്രശ്നം? അതാണ് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ചെയ്തു തരാം. സാധാരണ പൊതുവെ ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ കംപ്ലൈൻറ്റുകൾക്ക് സാധാരണ ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ ശകലം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഡോർ ഗ്ലാസ് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ കേസുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇപ്പം ഞാനിത് നോക്കിയപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആരോ ഇതിന് മുമ്പ് ഇങ്ങനൊരു വയറിങ്ങനെ ഇവിടെ ഇങ്ങനെ ഫ്യൂസേ കൂടെ ഡയറക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എടുത്ത് എൻ്റെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇതെൻ്റെ ഈ വയറിൻ്റെ അടുത്ത്, ഇതെൻ്റെ ഇങ്ങനെ വയറിൻ്റെ അടുത്ത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഫ്യൂസിൻ്റെ അവിടെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ശരിക്കും കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. കണ്ടോ? ശരി, ആക്ച്വൽ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതിന് ആരോ ഇത് ചെയ്തു വെച്ച പരിപാടിയാണ് ഇങ്ങനൊരു വയർ. അതായത് കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വരുന്ന കറണ്ടിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ സ്വിച്ചിലോട്ട് പോകുന്ന കോമൺ കറണ്ട് ലൈനിലേക്ക് കൊടുത്തിരിക്കുക. അപ്പോൾ വർക്ക് ചെയ്യും. അങ്ങനെ അപ്പോൾ ഇവിടെ ലൂസ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. അതായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അല്ല ഇത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഫ്യൂസ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, പവർ വിൻഡോ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഫീസ് കൊടുത്തിട്ടുണ്ട്. പി വിൻഡോ LH RH എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 ഫീസാണ്. ഇതിൽ കറണ്ട് വരാത്തതാണ് പ്രശ്നം. ടെസ്റ്റിംഗ് എടുത്ത് ഇങ്ങനെ തന്നെ ഈ 2 ഫ്യൂസ്, ഇതാണ് ലെഫ്റ്റും റൈറ്റിൻ്റെ ഫ്യൂസിൻ്റെ പവർ വിൻഡോയുടെ ഫ്യൂസ്. ഇവിടെ കറണ്ട് വരണം, ഇത് കത്തുന്നില്ല, കണ്ട. അപ്പോൾ ഇവിടെ വരാത്തതുകൊണ്ടാണ് ആരോ വേറെ ഇലക്ട്രീഷ്യന്മാരെ ഇവിടെ നിന്ന് എടുത്ത് കറണ്ട് എടുത്ത് ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് പവർ കൊടുത്തത്. അപ്പോൾ ഇവിടെ കറണ്ട് വരേണ്ട വയറാണ്, ഇങ്ങോട്ട് ഈ പവർ സ്വിച്ചിലോട്ട് വിൻഡോ സ്വിച്ചിലോട്ട് വരേണ്ട കറണ്ടിൻ്റെ ഫ്യൂസാണ് ഈ 2 എണ്ണം കാണുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് വരാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ നിന്ന് എടുത്ത് കൊടുത്തത്. അപ്പോൾ ഇത് എന്താണ് ഇവിടെ വരാത്തതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് എൻ്റെ മെയിൻ ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒരു റിലേ നിന്നായിരിക്കും വരുന്നത്. ഈ റിലേയിൽ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ഇതിനകത്ത് റിലേ ഒന്നും എഴുതിയിട്ടില്ല. റിലേയുടെ കാര്യം, ഇവിടെ ഫ്യൂസിൻ്റെ കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. മിക്കവാറും എല്ലാ വണ്ടിയുടെയും ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ റിലേയുടെ സർക്യൂട്ട് ഇതിനകത്ത് കാണത്തില്ല. അത് ഇച്ചിരി മെനക്കെടാണ് കണ്ടുപിടിക്കാനായിട്ട്. ഓരോ വണ്ടിക്ക് ഓരോ രീതിയല്ലേ. അതിന് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്യൂസ് ഇതാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫ്യൂസിൻ്റെ അടിയിൽ നിന്നുള്ള വയർ, ഇങ്ങേ സൈഡിൽ നിന്നുള്ള വയർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കണം. അപ്പം ഇതിൻ്റെ അടിയിൽ നിന്നുള്ള വയറെന്ന് പറയുന്നത് ഈ 2 മഞ്ഞ വയറാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് എടുക്കാനായിട്ട്. ഇതിൻ്റെ അടിയിലൊരു മഞ്ഞ വയറുണ്ട്. മഞ്ഞാണ് വെള്ളയാണ്. അപ്പോൾ ആക്ച്വലി ഇത് ഇങ്ങനെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന വയറ് ഈ റിലേയിലോട്ടാണ് വരുന്നത്, ഈ റിലേയിലോട്ട്. അപ്പോൾ ഈ റിലേ വന്നിട്ട് ഇതിൻ്റെ ഔട്ട് വന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ റിലേ പിടിച്ചിട്ട് ഇവിടെ കറണ്ട് വന്നിട്ട് വേണം നമുക്ക് ഈ പവർ വിൻഡോയുടെ സ്വിച്ചിലോട്ട് കറണ്ട് ചെല്ലാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെല്ലുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ഈ റിലേ ഒന്ന് ഇളക്കി നോക്കാം. ഇത് തന്നെയാണോ അതിൻ്റെ പ്രോബ്ലം എന്ന് നോക്കാം. ഒരു മിനിറ്റ്. അത് ഓയിൽ ഒഴിക്കണേ. എത്ര ഒഴിച്ചു? ഒരു അര ഗ്ലാസ് ഒഴിച്ചോ? ആ, ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഈ റിലേ ഇങ്ങ് ഊരിയെടുക്കുകയാണ്. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ ആ ഓക്കെ. സോ ഇത് നോക്കണം, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. എൻ്റെ മുഖം കാണിക്കണമെന്നില്ല, ഞാൻ കാണിക്കുന്നത് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മളിപ്പം പവർ വിൻഡോയുടെ റിലേ എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ റിലേ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ റിലേയിലോട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് കൊടുക്കുന്ന സാധനമാണ്. ഒരു സ്വിച്ചിങ് സംവിധാനമാണ് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ റിലേയുടെ കോയിൽ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് പ്രത്യേകിച്ച് കണ്ടാൽ അറിയാം. ഈ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതും ഒരെണ്ണം നേരെ ഇരിക്കുന്നത്, അത് ഓപ്പോസിറ്റ് ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ്.
ഇതൊന്ന് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. ഇത് കോയിൽ ലൈനാണ്. കോയിൽ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഒരെണ്ണം ഡയറക്റ്റ് എർത്തിലേക്ക്, ഒരെണ്ണം എഞ്ചിൻ സ്വിച്ച് ഓൺ കറണ്ട് വരുമ്പോൾ ഈ റിലേ പിടിക്കും. റിലേ പിടിക്കുമ്പോൾ ഇവിടെ ഒരു കറണ്ട്, മെയിൻ കറണ്ട് വന്നിരിക്കും. ഇത് ഔട്ട് കൊടുക്കും. ഈ ഔട്ടാണ് ഫീസ് വഴി കയറി ഇറങ്ങി നമ്മുടെ അതിലോട്ട് പോകുന്നത്. എല്ലാ റിലേ ഇങ്ങനെ തന്നെയാണ്, കോയിൽ ലൈന്, ഇൻപുട്ടും ഔട്ട്പുട്ടും. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന മാതിരി തിരിഞ്ഞ് മറിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. ഇതിൽ കറണ്ട് കൊടുത്തുകൊണ്ട് ഇവിടെ എർത്ത് കൊടുക്കുമ്പോൾ ഇത് ടക്ക് ടക്കെന്ന് അടിക്കണം. ഇല്ല, കോയിൽ ലൈൻ പോലും ഇല്ല. ഇത് കണ്ടില്ല, ഒരനക്കവും ഇല്ല. ഇല്ല. അപ്പോൾ ഈ റിലേ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് അവിടെ റിലേ കിടക്കും, കട്ടി. ഇതിപ്പോൾ നമ്മൾ വേറെ റിലേ എടുത്താണ്. പുതിയ റിലേ ഒന്നുമല്ല, വർക്കിംഗ് കണ്ടീഷനുള്ള ഒരു റിലേ ആണ്. അപ്പോൾ ഇതാണ് കോയിൽ ലൈൻ. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ നോക്കിക്കോ, എന്ന് അടുപ്പിച്ച് പിടിച്ച് ടക്ക് ടക്കെന്ന് സൗണ്ട് ചെയ്തു. ടക്ക് ടക്കെന്ന് സൗണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കോയിൽ റിലേ പിടിക്കുന്നുണ്ടെന്ന്. ഇനി ഇതിപ്പോൾ ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കറണ്ട് വയർ ഇതിലും കൊടുത്ത് ഒരു കറണ്ട് ഇതിലും കൊടുത്തുകൊണ്ട്, ടെസ്റ്റ് വയർ ഇതേ കൊടുത്തുകൊണ്ട്, മറ്റേടം കോയിൽ ലൈൻ മുട്ടിക്കുമ്പോഴത്തേ ഈ ലൈറ്റ് കത്തും. കണ്ടോ? അപ്പോൾ ഈ റിലേ വർക്കിംഗ് ആണ്. റിലേ ടെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കൊണ്ടിട്ടാൽ സംഗതി വർക്ക് ചെയ്യണം. കട്ടി എടുത്തോ, ഇങ്ങോട്ട് കുഞ്ഞു കാണിക്കും. അപ്പോൾ നമ്മളിത് ആ പഴയ റിലേക്ക് പകരം നമ്മൾ ഈ റിലേ ഇടുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, സംഗതി വർക്ക് ചെയ്യും. ഇങ്ങോട്ട് കാണിക്കാം. അപ്പം നമ്മൾ ഈ നേരത്തെ ഇവിടെ ഒരു ഡയറക്റ്റ് ചെയ്തിരുന്ന വയർ എടുത്ത് കളഞ്ഞു, നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. ഇതും ഡിസ്കണക്ട് ചെയ്തു. നമ്മൾ ഈ റിലേ ഇട്ടു, ഫീസ് ഒന്നും ചെയ്തില്ല, വേറെ ഒന്നും ചെയ്തില്ല. ഇത് ഒറിജിനൽ ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ റിലേയുടെ കംപ്ലയിൻ്റ് ആയിരുന്നു. അതിനാണ് ഇവർ ഡയറക്റ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റി നമ്മൾ ക്ലിയർ ആക്കി. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് ഒന്നുകൂടെ കാണിച്ചു. ആക്ച്വലി ഈ റിലേ പോയതിനാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരുന്നത്. റിലേ മാറ്റിയപ്പോൾ സംഗതി ശരിയായി. ഓക്കെ, ഇതാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. ഓക്കെ, ഇതൊന്ന് ടേപ്പ് ചെയ്യണം, ഇതൊന്ന് വെച്ച് മുറുക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. കട്ട് ചെയ്തോ. ഈ റിലേ പോയതിനാണ് അവർ ആ ഡയറക്റ്റ് വയറൊക്കെ കൊടുത്ത് വെച്ചിരുന്നത്. റിലേ മാറ്റിയിട്ടപ്പോൾ സംഗതി ശരിയായി. ഇനിയിപ്പോൾ അവിടെ ഇളക്കിയെടുത്തോളം ഫ്യൂസ് കാരിയറും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തിരിച്ചു വെച്ച് പിടിപ്പിക്കുകയാണ്.